അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു സംശയം, നമ്മളിപ്പോൾ തിലാവത്തിൻ്റെ സുജൂദ് നിസ്കാരത്തിലും ഓതുമ്പോഴും ഉണ്ടാവും, അതല്ലാതെ ഇപ്പം നമ്മൾ സാധാരണ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ ആ ആയത്ത് തിലാവത്തിൻ്റെ സുജൂദ് വരുന്ന ആ ആയത്ത് പൂർണ്ണമായിട്ടും ഓതിയ ശേഷമാണല്ലോ സാധാരണ സുജൂദ് ചെയ്യുക. അപ്പോൾ ആ ആയത്ത് ഓതിയ ശേഷം നമുക്ക് ആ സുജൂദ് ചെയ്യണമെങ്കിൽ അനുവദിക്കപ്പെട്ട സമയം എത്ര വരെ ഉണ്ട്? അതായത് ആ ആയത്ത് ഓതിക്കഴിഞ്ഞ ഉടനെ തന്നെ സുജൂദ് ചെയ്യണോ? കാരണം സംശയം ചോദിക്കാനുള്ള കാരണം, ഇപ്പോൾ നമ്മളിപ്പോൾ സ്ത്രീകളൊക്കെ വീട്ടിലിരുന്ന് ഓതുമ്പോൾ ചിലപ്പോൾ അവർ വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരിക്കും അവർ നിന്നിട്ട് എന്ത് ചെയ്യുക, ഓതുന്നുണ്ടാവുക. പക്ഷേ നമ്മൾ ഈ സുജൂദ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിസ്കാരത്തിൽ അവരത്ത് മറക്കണമല്ലോ. അപ്പോൾ ഈ ആയത്ത് ഓതിയ ഉടനെ പിന്നെ ഒരു പോയി നിസ്കാര കുപ്പായൊക്കെ മാറ്റി വന്ന് സുജൂദ് ചെയ്യുമ്പോഴേക്ക് കുറഞ്ഞൊരു സമയം ആവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സംശയം ഇതാണ്, ഈ ആയത്ത് ഓതിയിട്ട് എത്ര സമയത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്ത്? ഖുർആനിലെ ചില ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. തിലാവത്തിൻ്റെ സുജൂദ് എന്ന് പറയും. വലിയ പുണ്യവും മഹത്വവും ഒക്കെ ഉള്ള ഒരു കർമ്മം തന്നെയാണ് തിലാവത്തിൻ്റെ സുജൂദ് എന്ന് പറയുന്നത്. അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ചോദ്യം, അതായത് ഈ ഒരു സുജൂദ് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഒരു ഓത്ത് ഖുർആനിലെ ഈ ആയത്ത് ഓതി മുഴുവനായിട്ടും കഴിഞ്ഞിട്ടാണല്ലോ ഈ സുജൂദ്. അപ്പം അത് ഈ പറയുന്ന സുജൂദ് ഈ ഓത്തിൻ്റെ ഇടയിൽ എത്ര ഒരു സ്പേസ് സമയം നമുക്ക് അനുവദിക്കുമെന്നുള്ളത്, ദീർഘമായൊരു സമയം കിട്ടുമോ, അല്ല ഉടനെ തന്നെ ചെയ്യേണ്ടതുണ്ടോ? ഉടനെ തന്നെ ചെയ്യണമെന്നാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കയറി വരും. കാരണം ഇപ്പോൾ നിസ്കാരത്തിലല്ലാണ്ടെയും നമുക്ക് ഈ സുജൂദ് കയറി വരും. ഇപ്പോൾ ഖുർആനൊക്കെ ഓതുമ്പോൾ, പ്രത്യേകിച്ച് റമദാൻ മാസമൊക്കെ അല്ലാത്തപ്പോഴൊക്കെ ഖുർആൻ ഓതുന്നവർക്ക് എപ്പോഴും ഇത് ആവശ്യം വരും. അപ്പോൾ ഖുർആൻ ഓതുന്ന സമയത്ത് ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ അവരത്തൊക്കെ മറിച്ചത്, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. കാരണം സുജൂദ് എന്ന് പറയുമ്പോൾ സുജൂദിൻ്റെ നിബന്ധനയുണ്ട്, അതനുസരിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഖുർആൻ ഓതുന്ന സമയത്ത് ഒരു പക്ഷേ ചിലപ്പോൾ വുളു ഇല്ലാതെയും ഖുർആൻ ഓതാൻ പറ്റും. മുസഹഫ് തുറന്നെങ്കിലും ചുമക്കണമെങ്കിലും ഒക്കെയാണെങ്കിലും ഇപ്പോൾ ഈ വുളു നിർബന്ധമായിട്ട് വരുന്നത്. അപ്പോൾ ഒരാൾ മുസഹഫ് ഇങ്ങനെ ഒരാൾ മറച്ചു വെച്ചു കൊടുത്തു, അയാളങ്ങനെ ഖുർആൻ ഓതുന്നു. അപ്പോൾ പിന്നെ വുളു ഇല്ല എന്നാണെങ്കിലും അയാളുടെ ഓത്ത് സഹിയാകും, ആ ഓത്തിന് കൂലിയൊക്കെ കിട്ടും. നല്ലതെന്താണ് ഈ പറയുന്ന വുളുവോടുകൂടെ ഒക്കെയാണ് സുന്നത്തും ഒക്കെ കാര്യം. അപ്പം അങ്ങനെ ആകുമ്പം ആ ഒരു ആയത്ത് ഓതിയപ്പം അവിടെ സുജൂദ് കയറി വന്നാൽ അയാൾക്ക് സുജൂദ് ചെയ്യാൻ പറ്റൂല. കാരണം അയാൾ വുളു എടുക്കണം. കാരണം സുജൂദിനക്ക് വുളു, അതുപോലെ തന്നെ അവറത്ത് മറക്കുക, അതൊക്കെ നിർബന്ധമാണ്. നിസ്കാരത്തിൽ സുജൂദ് ചെയ്യുമ്പം എങ്ങനെയൊക്കെ നിബന്ധന? ആ നിബന്ധനയൊക്കെ ഈ പറയുന്ന തിലാവത്തിൻ്റെ സുജൂദിൻ്റെ അവിടെയും, അതുപോലെ തന്നെ ശുക്റിൻ്റെ സുജൂദിൻ്റെ അവിടെയും, ഇനി സഹ്വിൻ്റെ സുജൂദായാലും ഒക്കെ അവിടെ പാലിക്കണം. സുജൂദെല്ലാം ഒരുപോലെ തന്നെയാണ്. അപ്പം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ വസ്ത്രമായിരിക്കും, വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വസ്ത്രമായിരിക്കും. അപ്പോൾ അത് നിസ്കാരത്തിലൊരു അവറത്ത് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നിസ്കാരത്തിൽ മുഖവും മുൻകൈയും കഴിച്ച് ബാക്കിയുള്ള മുഴുവനും മറച്ചോളണം. അതൊന്നും ചിലപ്പോൾ എന്താകൂല, വീട്ടിലെ നമ്മൾ ഡ്രസ്സ് ഇട്ട് നിൽക്കുമ്പോൾ ഉണ്ടാവൂല. അപ്പം അങ്ങനെ ആകുമ്പോൾ ഖുർആൻ ഓതിക്കൊണ്ട് വുളുവൊക്കെ ഉണ്ടാകും. അപ്പം ഇനി എൻ്റെ സുജൂദ് ചെയ്യണമെങ്കിൽ അവറത്തൊക്കെ മറച്ച് ചിലപ്പോൾ നിസ്കാരം ഉപ്പായിട്ട് വരെ, അല്ലെങ്കിൽ അങ്ങനെ അവറത്തൊക്കെ മറച്ച് വരുമ്പോൾ ഇതിനോട് സമയം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമാണ്. ഏതായാലും ഇങ്ങനൊരു വിഷയം മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു ഒക്കെ പറയുന്നത്, അവിടെ സുജൂദ് ചെയ്യലും അതുപോലെ തന്നെ ഓത്തിൻ്റെയും സുജൂദിൻ്റെ ഇടയിൽ കൂടുതൽ സമയം എടുത്തു എന്ന് പറയാത്ത രൂപത്തിലൊരു സമയം അത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഷബ്റാൻ മല്ലസി റഹിമഹുല്ലാഹി ആശത്തുൻ നിഹായിൽ പറയുന്നുണ്ട്, 2 റക്അത്ത്. അത് ദീർഘമായിട്ട് നിസ്കരിക്കുന്നവരല്ല, അതുപോലെ തന്നെ പെട്ടെന്ന് നിസ്കരിക്കുന്നവരല്ല, ഒരു മീഡിയം നിലക്ക് 2 റക്അത്ത് നിസ്കരിക്കാനുള്ള ഒരു സമയം, അത്രയും ഒരു സമയ സ്പേസ് നമുക്കിടക്ക് കിട്ടും എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഏതായാലും മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു അവിടുത്തെ നിഹായയിൽ ഈ എൻ്റെ ഓത്ത് ഖുർആൻ ഓത്ത് അവിടെ കഴിഞ്ഞിട്ട്, ആ ആയത്ത് ഓതി കഴിഞ്ഞിട്ട് സുജൂദിൻ്റെ ഇടയിൽ കൂടുതൽ സമയം എടുക്കാൻ പറ്റൂല, അത് ഷർത്തു തന്നെയാണ് എന്ന് റംലി ഇമാം നിഹായിൽ പറയുന്നു. നിഹായുടെ 1-ാം വാള്യം 418-ാമത്തെ പേജിലുണ്ടോ, വയുസ്തറത്തു അല്ലാ യതൂല ഫസ്ലുൻ ഉറുഫൻ ബൈന ആഖിരിൽ ആയത്തി വസ്സുജൂദ്. ഉണ്ടോ, ഈ ആയത്തിൻ്റെ അവസാനം, അത് അവസാനിച്ച ഉടനെ തന്നെയാണ് സുജൂദ് ചെയ്യേണ്ടത്. അപ്പം അത് മുഴുവനായിട്ട് മോദിക്കഴിഞ്ഞതിന് ശേഷം സുജൂദ് ചെയ്യുന്നതിൻ്റെ ഇടയിലായിക്കൊണ്ട് കൂടുതൽ ദീർഘം എന്നുള്ളത് പറഞ്ഞ് രൂപത്തിലെടുക്കാൻ പറ്റൂല, അതടുത്ത ഷർത്ത് തന്നെയാണ്. അപ്പോൾ ഒരു സമയം എത്ര കണക്കാക്കും, എത്ര സമയം വരെ എന്ന് പറയാം
എന്നുള്ളത് മഹാനായ ഇമാം ഷബറ മല്ലിസി റഹിമഹുല്ല നിഹായ എന്ന് വിശദീകരിച്ചു. ആശയത്തിൻ നിഹായുടെ 2-ാം വാള്യം ഇതിൻ്റെ 117-ാമത്തെ പേജിലുണ്ടോ മിൻ അന്നഹു യഹ്സുലു തൂലു ബി ഖദ്രി റകഅത്തൈനി, അങ്ങനെ മിനൽ വസ്തിൽ മുഅ്തദിലി ഉണ്ടോ. സാധാരണഗതിയിൽ ഒരു എൻ്റെ മെഡിൻ നിലക്ക് 2 റക്അത്ത് നിസ്കരിക്കാനുള്ള ടൈം എത്ര വേണം? അത്രയും ടൈം അവിടെ കിട്ടും എന്നർത്ഥം. അപ്പോൾ ആ ഒരു ടൈം ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒളു എടുത്തിട്ട് അതുപോലെ തന്നെ അവറത്ത് മറച്ചൊന്ന് സുജൂദ് ചെയ്യാനുള്ള സമയം കിട്ടും എന്നർത്ഥം. പെട്ടെന്ന് വന്നാൽ എന്തായാലും അവറത്തൊക്കെ മറക്കാനുള്ള സമയം എന്തായാലും കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ പിന്നെ അവറത്തില്ലല്ലോ എന്ന് വിചാരിച്ചു, അവറത്ത് മറച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് എന്താവണ്ട, ലാഘവത്തോടെ കണ്ടുകൊണ്ട് അത് ഒഴിവാക്കണ്ട. അത് വലിയൊരു പുണ്യമുള്ള കാര്യമാണ് ഈ ഓത്തിൻ്റെ ശേഷം സുജൂദ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞത്. ഏതായാലും അവിടെ ഒരു ഗൗരവമായൊരു കാര്യമുണ്ട്. ചിലപ്പോൾ ചില സ്ത്രീകളൊക്കെ എന്താകും, ആ ഇട്ട ഡ്രസ്സിൽ തന്നെ എന്താകും ഒളുവൊക്കെ ഉണ്ടല്ലോ, ആണ് സുജൂദാണ് ചെയ്താളും. അപ്പോൾ നിസ്കാരത്തിൽ ആ പറയുന്ന സുജൂദൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവറത്ത് മറക്കൽ നിർബന്ധമാണ്. അല്ല എന്നുണ്ടെങ്കിൽ സുജൂദിന് ബാധിക്കും, ഹറാമ് കയറി വരും. അത് നല്ലതിന് വേണ്ടി ചെയ്തൊക്കെ നമുക്ക് എന്താകും, അത് കുറ്റകരമായിട്ട് മാറും. അപ്പം അതുകൊണ്ട് സുജൂദിൻ്റെ നിബന്ധനയുണ്ട്. ആ നിബന്ധന മേളിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു സമയം, ഒരു 2 റക്അത്ത് നിസ്കരിക്കാനുള്ള ഒരു ടൈമൊക്കെ അവിടെ ഉണ്ട്. അപ്പം അത്രയും സമയം കിട്ടും എന്നർത്ഥം കേട്ടോ.